നിയമമാണല്ലോ. അതുകൊണ്ട് മമ്മദണ്ണൻ ഒരു പെണ്ണിനെ നോക്കിയാ മതി, അപ്പൊ ഉദ്ധാരണം ഉണ്ടാവും. ഞാൻ പറഞ്ഞതാണോ? ആണോ? ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു പെണ്ണ് നടന്നു പോകുന്നു. ഉടനെ ഓട്ടി തുണിയും പൊക്കി വീട്ടിലേക്ക് വന്നു. അപ്പൊ വീട്ടിലടിച്ചു വരെ തുടച്ചു എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെണ്ണും പിള്ള. എന്ത് പറ്റിയാളി? ഉടനെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. അല്ല, നീ ഇങ്ങോട്ട് വന്നേ, നമുക്കൊരു കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോയിക്കോളാം. എന്ത് പറ്റി? അതെ, ഞാനൊരു പെണ്ണിനെ കണ്ടു, റോഡിൽ കൂടെ നടന്നു പോന്നു. അപ്പോൾ എനിക്ക് ഒന്ന് കളിക്കണമെന്ന് തോന്നി, വായോ എന്ന്. അത് പോട്ടെ, ഒരു മനുഷ്യൻ്റെ സ്വകാര്യത, ഭാര്യയുടെ അടുത്ത് തന്നെയാണല്ലോ പോയത്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരുപാട് അടിമ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സമ്മാനം കിട്ടിയ പെണ്ണുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടിരിക്കട്ടെ, മിണ്ടാതിരിക്കണ്ടേ. കളിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഓടി വന്നിട്ട് അനുചരന്മാരോട് എന്താ നബിയെ താമസിച്ചത്? ഒന്ന് കളിക്കാൻ പോയതാണ്. ഇങ്ങനെ റോഡിലൊക്കെ ഇറങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ. ഞാൻ പറഞ്ഞതല്ല, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോൾ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ മരിച്ചിനിക്കമ്പിൽ തുണി ചുറ്റിയിരിക്കുന്ന ഒരു വേഷമാണെങ്കിലും ശരി, സ്ത്രീയാണ് എന്ന് കണ്ടാൽ ഉടനെ കാക്കാമാർക്ക് കുരു പൊട്ടും. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ചാറ്റിലെ താത്ത അത് തരുമോ താത്ത, ഇത് തരുമോ താത്ത എന്ന് ചോദിക്കുന്നത്. കാരണം ഉമ്മ മുറ്റമടിക്കുന്ന കണ്ടാലും കുനിഞ്ഞാലൊന്ന് വെട്ട് കാണുമോ എന്ന് മാറി നിന്ന് നോക്കും, ഒന്ന് തിരിഞ്ഞു നിന്നാൽ ഒന്ന് കുണ്ടനടിക്കാൻ പറ്റുമോ എന്ന് നോക്കും. അതുകൊണ്ടാണ് നിന്റെ ഉമ്മായെ കിട്ടുമോ എന്നൊരു നാറിക്ക് വന്ന് ലൈവ് ചാറ്റിൽ ചോദിക്കാൻ കഴിയുന്നത്. അവന്റെ ഉമ്മയെ ഉപയോഗിച്ച് മടുത്തത് കൊണ്ടാണ്. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബേസ് കിടക്കുന്നത് ഈ മതത്തിലാണ്. ഈ മതം അവനെ പഠിപ്പിക്കുന്നതും ഇതേ ആശയം തന്നെയാണ്. അപ്പോൾ പിന്നെ അവൻ ഇങ്ങനെയാകാതെ എങ്ങനെയാകണം? പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആൺവേഷവും പെൺവേഷവും കാക്ക ഒന്ന് മുഴുമിക്കട്ടെ. നിങ്ങളുടെ കാഴ്ചകളെ താഴ്ത്തണം. എന്താ സഹോദരങ്ങൾ, എവിടെ നോക്കിയാലും സ്ത്രീ സൗന്ദര്യമാണ്, സ്ത്രീ നഗ്നതയാണ് കാണിക്കുന്നത് അല്ലെ? പെണ്ണുങ്ങളോട് കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു സൂറത്തുന്നൂറിൽ 2 കൽപ്പനയുള്ളു. അതല്ല കാക്ക, പെണ്ണുങ്ങൾ കാണിച്ചാൽ ഉടനെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുവോ? അത് വല്ലാത്തൊരു നിയമമാണല്ലോ. ഗോവയിലൊന്നും നിങ്ങളുടെ നാമം പോലും കാണാൻ പറ്റില്ലല്ലോ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചിട്ടില്ലെങ്കിൽ കഴുത്തവിടെയും ഉടലിവിടെയും എത്തുമല്ലോടെ. പെണ്ണിന്റെ നഗ്നതയ്ക്കല്ല പ്രശ്നം, നിന്റെയൊക്കെ കാഴ്ചപ്പാടുകൾക്കാ പ്രശ്നം. നിന്റെയൊക്കെ കാഴ്ചപ്പാടുകൾ ലൈംഗിക വൈകൃതങ്ങളാണ്. അത് ഞാൻ തെളിയിച്ചു തരാം. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അതെ, റെനി ഓർമ്മിപ്പിച്ചത് നന്നായി. വീട്ടിലെ വളർത്തുമോന്റെ വീട്ടിലേക്ക് വരികയാണ്. അല്ല, എന്റെ വളർത്തുമോൻ സെയ്ദുണ്ടോ ഇവിടെ? മുഹമ്മദ് ബിൻ സെയ്ദുണ്ടോ? അപ്പോൾ ഭാര്യ കർട്ടനൊന്ന് മാറ്റിയിട്ട് ഇല്ല. അപ്പൊ കാറ്റടിച്ചിട്ട് കർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പൊ സൈനബാണെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ പൊടിച്ചുകൊണ്ട് നിൽക്കുക, ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട്. ഏതോ ഒരു ഭാഗം കണ്ടതേ ഉള്ളൂ, ഉടനെ തന്നെ എന്തൊരു ചാരുത, എന്തൊരു സൗന്ദര്യം, മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ആളങ്ങ് പോയി. ഇത് പറഞ്ഞതോടുകൂടി സൈനബിനും സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ സെയ്ദ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അതേ ഇവിടെ വളർത്ത് വാപ്പ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി. ഉടനെ തന്നെ വീട്ടിൽ കയറാനോ കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും നിൽക്കാതെ സെയ്ദ് കൂടി വളർത്തു വാപ്പാൻ്റെ അടുത്തേക്ക്. അല്ല വാപ്പ, ഇനി എന്തായിരുന്നാലും നിങ്ങൾക്കുള്ളതാണല്ലോ എൻ്റെ ഭാര്യ, എന്നാ പിന്നെ ഞാൻ അവളെ മൊഴി ചൊല്ലിയേക്കട്ടെ, ആൾക്കാരെന്ത് വിചാരിക്കട്ടെ, അവിടെ നിൽക്ക്, കുറച്ച് കഴിയട്ടെ എന്ന്. പോരെ പോരെ ഇമാം അത്വബരിയുടെ 8ാം വാള്യം എടുത്തൊന്ന് വായിക്ക് പറ്റുമെങ്കിൽ. ഈ എപ്പക്സ് ആരാണ്? അവനാ നമ്മുടെ നമ്പർ ഒന്ന് കൊടുത്തേ, വിളിക്കടാ, പറ, നിനക്ക് റെഫറൻസ് ഞാൻ എടുത്തു തരും. ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും റെഫറൻസ് അടക്കം എൻ്റെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ അതില്ല എന്ന് പറയാമോ ഫേക്കോളികളെ? നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാത്രമേ ഇസ്ലാമിനെ പിടിച്ചു നിർത്താൻ സാധിക്കൂ. ഞങ്ങളൊക്കെ പറയുന്നത് ഇസ്ലാമിലുള്ള വസ്തുതകളാ. ഇതാരാണ്? അള്ളാഹു ആരാധനയ്ക്ക് അർഹനത് മാത്രമേ ഉള്ളെങ്കിൽ സാക്കി വീട്ടിൽ പോയിട്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്നിട്ട് പോസ്റ്റ് ഒട്ടിക്കണ്ട. ഇനിയും ഇത് തന്നെയാണ് ഒട്ടിക്കുന്നതെങ്കിൽ കാക്ക പുറത്താകും, കാക്ക ആണെങ്കിലും താത്ത ആണെങ്കിലും കേട്ടോ. ഇവിടെ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള പോസ്റ്റ് തൽക്കാലം ചെയ്യണ്ട. 1 ചെയ്തു, 9 എണ്ണം ചെയ്തു, ഞങ്ങൾ കണ്ടുകൊണ്ട് നിന്നു. ഇനിയും വേണ്ട ഈ പോസ്റ്റ് ഇവിടെ കേട്ടോ. ഏതെങ്കിലും ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ ചെന്ന് പോസ്റ്റ് ചെയ്യും. അവിടെ ആകുമ്പോൾ ദഅവത്ത് ചെയ്തതിന്റെ പ്രതിഫലമെങ്കിലും കിട്ടും. ഇവിടെ ഇനി ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോ, എന്നാ സുന്നത്തെടുത്ത പ്രതിഫലം കിട്ടും. ഞങ്ങളെ വല്ലാണ്ട് പഠിപ്പിക്കാൻ വരണ്ട.
ഇസ്ലാം ലോകത്ത് വളർന്നോട്ടെ. ഞങ്ങളാരും പറയുന്നില്ലല്ലോ വളരത്തില്ല എന്ന്. പടവലങ്ങ പോലെ ഇസ്ലാം വളർന്നോട്ടെ. ചിലൊരു 10 വർഷം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇസ്ലാം എങ്ങനെയാണ് വളരുന്നത് എന്ന്. ഇസ്ലാമിനെ വളരത്തില്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. തളരുമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? തളർത്താൻ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? അപ്പൊ നിങ്ങൾ ഇസ്ലാം തളരുമെന്നുള്ള പേടി കൊണ്ടല്ലേ ഇസ്ലാം വളരുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാക്കാണെങ്കിലും താത്താണെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് കേൾക്കുന്നെങ്കിൽ കേൾക്ക്, അല്ലെങ്കിൽ മിണ്ടാതെ ഇറങ്ങിപ്പോയിക്കോ. ഓക്കെ. ഇന്ന് എല്ലാരും മനസ്സിലാക്കേണ്ട 2 കൽപ്പനയാണ് സൂറത്തുൽ നൂറിലുള്ളത്. ഒന്നെന്താ അറിയോ? ആണുങ്ങളോട് നോക്കരുത്, ദൃഷ്ടി താഴ്ത്തണം. സഹോദരങ്ങളെ, നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മളെ മൊബൈൽ സ്ക്രീനിലും യൂട്യൂബിലും റീൽസിലും ഇതൊക്കെ വരുന്ന എന്താണ്? ഈ തോന്നിയവാസനത്തിന്റെ അശ്ലീല ചിത്രങ്ങളായ, അതാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ ഉസ്താദുമാര് കാണുന്നത് ഏത് സൈറ്റാണ് ഉസ്താദേ? എന്തുകൊണ്ടാണ് ഉസ്താദേ മദ്രസകളിൽ പോലും നിങ്ങളെ പോലെയുള്ള വർഗത്തിന്റെ മുമ്പിൽ സമാധാനത്തോടുകൂടി കുഞ്ഞുമക്കൾക്ക് സുരക്ഷിതത്വമില്ലാതാകുന്നത്, നിർഭയത്തോടുകൂടി ഇരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടേ ഈ കുത്തുപുസ്തകവും വായിച്ചിട്ടാണ് ഇറങ്ങി നടക്കുന്നത്. അതുകൊണ്ടാ. അങ്ങനത്തെ ക്ലിപ്പാണ് ആളുകൾ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഹെഡിങ് ആണ് ആളുകൾ കൊടുക്കുന്നത്. വീഡിയോക്ക് പോലും ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അശ്ലീല ചുവയുള്ള ക്യാപ്ഷനാണ്. എന്നാലേ ആൾക്കാർ നോക്കുള്ളൂ, എന്നാലേ ആൾക്കാരൊന്ന് തുറന്നു നോക്കുള്ളൂ. എന്താ അതിനൊന്ന് കാണല്ല. എന്നാല് ഒരു മടിയില്ല ആൾക്കാർക്ക്. സഹോദരങ്ങളെ, കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. പെണ്ണിനോട് എന്താ പറഞ്ഞത്? പെണ്ണിനോട് പ്രദർശിപ്പിക്കരുത്. ഈ ഉസ്താദിന്റെ വാച്ച് ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ അറിയാൻ കേട്ടാ കൂടുതൽ കാര്യം. കാണിച്ചു കൊടുക്കരുത് എന്നാണ്. വളരെ സീരിയസ് ആണ് സഹോദരങ്ങളെ. ഇന്ന് നിങ്ങൾ ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ഏതാ? കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ്. പെൺകുട്ടികൾ മുഴുവൻ മുടി ചോപ്പിച്ച് നടക്കാണ്. ചോപ്പിക്കണി നമ്മളെതിരല്ല. നിങ്ങൾ ഔദൂന്റെ വെള്ളം തട്ട് നിങ്ങൾ ചോപ്പിച്ചോളി. പക്ഷേ ആ ചോന്ന മുടി അത് ആർക്കേ കാണാൻ പാടുള്ളൂ? ഭർത്താവിനെ കാണാൻ പാടുള്ളൂ. അതാണ് പ്രശ്നം. ആര് കാണിച്ചു അല്ല ഉസ്താദേ, നമ്മുടെ സൗദിയിലെ ദുബൈയിലെയുമൊക്കെ ആളുകൾക്ക് മുടി കാണിക്കാമോ? അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾക്ക് ചോദിച്ചേ. ദുബൈ രാജകുമാരി അറിയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരി ഷെയ്ഖ മെഹ്റ. ഭർത്താവിനെ എടുത്ത് അടിച്ചു കളഞ്ഞില്ലേ മുത്തലാഖ് പറഞ്ഞിട്ട്? അവർക്കൊന്നും സ്വർഗം വേണ്ട. പാവങ്ങളായ ഞങ്ങൾ മലയാളികൾക്ക് മാത്രം സ്വർഗം നൽകി. ഉസ്താദ് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഉസ്താദെ. അവർ പാൻറ് ഇടുന്നുണ്ട്, ഷർട്ട് ഇടുന്നുണ്ട്, ചുണ്ട് ചോപ്പിക്കുന്നുണ്ട്, മുടി കളറ് വരുത്തുന്നുണ്ട്, ഫേഷ്യൽ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് മെയിൻ്റനൻസിന് വേണ്ടി മാത്രം വേണ്ടത്. അവരുടെ ബോഡി മെയിൻ്റനൻസ്. ബ്യൂട്ടി ടിപ്സ്. 14 കുതിരകളുള്ള രാജകുമാരി. അവർക്കും കൂടി സ്വർഗത്തിൽ ഒരു ഇച്ചിരി സ്ഥലമൊന്നും കൊടുക്കണേ. ഉസ്താദ് വിചാരിച്ചാൽ പറ്റും. ചോപ്പിച്ചിട്ട് സഹോദരങ്ങളെ, ഭർത്താവിനെ കാണിച്ചു കൊടുക്കാനാണ് നിങ്ങൾ ചോപ്പിച്ചോളി, ഒരു പ്രശ്നമില്ല. അതിന് കൂലിട്ടും. പക്ഷേ ഈ ചോപ്പിക്കൽ ആർക്ക് വേണ്ടിയാണ്? ഈ നിറം കൊടുക്കൽ ആർക്ക് വേണ്ടിയാണ്? അല്ലെ, ലിപ്സ്റ്റിക് ഇട്ടൊക്കെയാണ്. ലിപ്സ്റ്റിക് ഇടാത്ത മുസ്ലിം പെൺകുട്ടികളെ കാണാൻ സാധ്യല്ല ഇപ്പോ. സഹോദരങ്ങളെ, ഇടുന്നതിന് കുഴപ്പമില്ല. ആർക്കും വേണ്ടിയാണ് ഇടുന്നതാണ്? ഭർത്താവിന് വേണ്ടിയാണോ? കൂലി ഉണ്ടാവും. പക്ഷേ അതല്ല, അന്യ പുരുഷന്മാര് കാണാൻ വേണ്ടിയിട്ടാണോ സഹോദരങ്ങളെ? സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല എന്നാണ്. കോടിക്കണക്കിന് കിലോമീറ്ററുകളോളം ഇവരൊക്കെയുള്ള സ്വർഗത്തിന്റെ മണം വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ റൂസഹുന്ന കഅസ്രിമത്തിൽ ബുഖ്തിൽ മാഇല ലാ യദ്ഖുൽനൽ ജന്നത വലാ യജ്ദിന റീഹഹാ. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചില സ്ത്രീകളുണ്ട്, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അവർ നഗ്നരാണ്. മറ്റുള്ളവരെ തന്നിലേക്ക് ചായ്ക്കാനും മറ്റുള്ളവരിലേക്ക് ചായാനും അവൾ നടക്കും. അവൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. സ്വർഗത്തിന്റെ പരിമളം പോലും അവൾ അനുഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. സ്വർഗം, നിങ്ങളൊക്കെയുള്ള സ്വർഗത്തിൽ മണം ഉണ്ടാവും ഉസ്താദെ? ചോദിച്ചതാ. നല്ല മണമായിരിക്കും അല്ലേ? ഹമാസോളികള് എങ്ങനെയാണ് ലൈംഗിക ബന്ധം നടത്തിയിരുന്നത് എന്ന് വേദനയോടുകൂടി രക്ഷപ്പെട്ട യസീദി പെൺകുട്ടികളും യഹൂദ സ്ത്രീകളും ഒക്കെ പറയുന്നുണ്ട്. പറയിപ്പിക്കണോ? സ്വന്തം കുഞ്ഞുങ്ങളെ വരെ കൊന്ന് കറി വെച്ചു കൊടുത്തത് 3 ദിവസത്തോളം അവരെ നടത്തി പട്ടിണിക്കിട്ടിട്ടായിരുന്നു. അത് വാരി തിന്നതിന് ശേഷം സ്വന്തം കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അവരോട് കാണിച്ചു കൊടുത്ത നീചന്മാർ. ഈ കുഞ്ഞുങ്ങളെയാണ് നിനക്കൊക്കെ കറി വെച്ച് തന്നത്. ഏത് സ്വർഗത്തിലാണോ ഇവനൊക്കെ പോകുന്നത്? സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടി ഒരു ഇരുമ്പ് നിക്കറിട്ട് കല്യാണ സാധനവും പൊതിഞ്ഞു പോയി പൊട്ടിത്തെറിക്കുമ്പോൾ നിനക്കൊക്കെ കിട്ടുന്ന ആ വൃത്തികെട്ട സ്വർഗമുണ്ടല്ലോ, മനുഷ്യരായിട്ടുള്ളവരൊക്കെ അത് വലിച്ചെറിയും. വേണ്ടടോ നിന്റെ സ്വർഗം.
ഈ 14 സ്വർഗം മനുഷ്യന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുവച്ചാലും പുറം കാലുകൊണ്ട് കിണ്ടിയെറിയും നിന്റെയൊക്കെ വൃത്തികെട്ട സ്വർഗം. മാറിടം മുഴുത്ത 72 പെണ്ണുങ്ങൾ മാറും മോറും ഡാഷും കാണിച്ചു വന്ന് നിൽക്കുമ്പോൾ നിനക്കൊക്കെ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുമെങ്കിൽ മനുഷ്യരായിട്ടുള്ളവർക്ക് അവറ്റകളെ കാണുമ്പോൾ അറപ്പാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകും.